ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 12, ഒന്നാമത്തെ വായനാഭാഗം. 1 രാജാക്കന്മാർ 7-ാം അധ്യായം. ശലോമോന് രാജാവ് തൻ്റെ അരമന നമ്മൾ കണ്ടു. 7 ആണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ആലയം തീർത്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 13 ആണ്ട് കൊണ്ട് കൊട്ടാരത്തിൻ്റെ പണി തീർത്തു. പിന്നെ ഒരു ലെബനോൻ വനഗ്രഹം പണിതു. പിന്നെ ഫറവോൻ്റെ മകൾക്ക്, അതായത് താൻ ഭാര്യയായി കൊണ്ടുവന്ന ഫറവോൻ്റെ മകൾക്കും ഒരു ചെറിയ അരമന പണിത് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു ലെബനോൻ വനഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലെബനോനിലെ വനത്തിലെ ഒരു ഗ്രഹം എന്ന് നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കും. ഇംഗ്ലീഷിൽ അതിൽ ദ ഹൗസ് ഇൻ ദി ഫോറസ്റ്റ് എന്നല്ല, ദ ഹൗസ് ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ശലോമോൻ രാജാവ് അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് 200 വൻപരിച ഉണ്ടാക്കി. ഓരോ പരിചയ്ക്ക് 600 ശേക്കൽ പൊന്ന് ചിലവായി. അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവൻ 300 ചെറുപരിചയും ഉണ്ടാക്കി. ഓരോ ചെറുപരിചയ്ക്ക് 3 മാനെ പൊന്ന് ചിലവായി. അവയെ രാജാവ് ലെബനോൻ വനഗ്രഹത്തിൽ വെച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും ഇതുപോലൊരു വാക്യം കാണാം, വനഗ്രഹത്തിൽ ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ലെബനോനിലും അല്ല, ലെബനോനിലെ വനത്തിലുമല്ല, ഇത് യെരുശലേമിൽ തന്നെയാണ് ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. അതിലൊട്ടുമിക്ക എല്ലാം വലിയ തുലാങ്ങൾ, അതിവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ 7-ാം അധ്യായത്തിൽ. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിന് 100 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു. ഓരോ നിരയിൽ 15 തൂണ് വീതം. 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര കിളിവാതിലുണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്കുനേരെയായിരുന്നു. വാതിലും കട്ടളയും എല്ലാം സമചതുരവും. കിളിവാതിൽ 3 നിരയായി നേർക്കുനേരെയുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത്രയും കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ലെബനോനിൽ നിന്ന് കൊണ്ടുവന്ന കേദാർ മരങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പരിശോധിക്കുമ്പം ഇതൊരു ആർമറി ആയിരുന്നു, അല്ലെങ്കിൽ ആയുധപ്പുര എന്ന തരത്തിലാണ് നമ്മൾ കാണുന്നത്. ആയുധങ്ങൾ വെച്ചിരുന്ന സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ മലയാളത്തിൽ അത് വായിക്കുമ്പം തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ട് എന്നുള്ളതാണ്. വനഗ്രഹം എന്ന് പറയുന്നത് വനത്തിലെ ഗ്രഹമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നമ്മൾ 1-2 റെഫറൻസ് ഈ പറഞ്ഞ പോലെ ഇത് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 22-8, അതെ 22-8, യെശയ്യാവ് 22-8 ഒരു റെഫറൻസ് ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മളിത് അങ്ങനെ മനസ്സിലാക്കുമ്പം അത് ഈ ആയുധപുര എന്ന തരത്തിലാണ് കാണുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് കാണുമ്പോൾ 13-ാം വാക്യം, ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. അവൻ ഈ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യമുള്ളവനായിരുന്നു. ശലോമോൻ്റെ അടുക്കൽ വന്ന് ശലോമോൻ കൽപ്പിച്ച പണിയൊക്കെ അവൻ ചെയ്തു. എല്ലാം, അതായത് താമ്രം കൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളുമെല്ലാം അവൻ വാർത്ത് അടിച്ച് കൂട്ടി, എല്ലാം സ്തംഭങ്ങളും പോതികയും ഒക്കെ, വലപ്പണിയും ചിത്രപ്പണിയും മാലയും ഒക്കെ നന്നായി അവൻ ചെയ്തു, വൃത്തിയായി ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത്. പിന്നെ ഒരു 2 മണ്ഡപങ്ങൾ, അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിൻ്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി. അവന് വലത്തെ സ്തംഭത്തെ നിർത്തി അതിന് യാഖീൻ എന്നും, ഇടത്തെ സ്തംഭത്തെ നിർത്തി അതിന് ബോവസ് എന്നും. അപ്പോൾ 2 സ്തംഭങ്ങൾ നിർത്തിയിട്ട് 2 സ്തംഭത്തിനും ഓരോ പേരുകളും കൊടുത്തു. യാഖീനും ബോവസും എന്ന പേരും കൊടുത്തു. അതിൻ്റെ അഗ്രം താമരപ്പൂവിൻ്റെ ആകൃതിയിലായിരുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ വിവരണങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പണി വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം, അതിൻ്റെ അളവ്, അതിൻ്റെ രീതി, അതിൻ്റെ വക്ക്, അതിൻ്റെ അളവ്, അതിനകത്ത് ഇപ്പം താമ്രം കൊണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു പീഠമൊക്കെ ഉണ്ടാക്കി അതിന്മേൽ വെച്ചിട്ട് അതിനകത്ത് എന്തുമാത്രം വെള്ളം കൊള്ളും എന്നുള്ളൊരളവൊക്കെ എഴുതിയിട്ടുണ്ട്. 2000 ബത്ത് വെള്ളം കൊള്ളും. അപ്പോൾ ആ തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നത്, ചെറുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ അവൻ പീഠം തീർത്തു എന്ന് പറഞ്ഞിട്ട്
എല്ലാത്തിനും കണക്കും പരിണാമവും ഉണ്ടായിരുന്നു. എല്ലാം കണക്കും പരിണാമവും ഒക്കെ ഉള്ളതായിരുന്നു സാധനങ്ങൾ. വെറുതെ ഉണ്ടാക്കുകയായിരുന്നില്ല. ഇതിനൊക്കെയും നേരത്തെ ദൈവം പറഞ്ഞു കൊടുത്ത കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അവസാന വാക്യത്തിലേക്ക് വരികയാണ്. അവസാന വാക്യത്തിന് മുമ്പ് അവസാനത്തെ വാക്യം 51 48 മുതൽ വായിക്കാം. ശലോമോൻ യഹോവയുടെ ആലയത്തിലുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വയ്ക്കുന്ന പൊന്മേശ, അന്തർമന്ദിരത്തിൻ്റെ മുമ്പിൽ വലതുഭാഗത്ത് 5 ഇടതുഭാഗത്ത് 5 പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിൻ്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിൻ്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നുപകരണങ്ങളും എടുത്ത് കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പണികളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവസാനം നമ്മൾ കാണുന്നത് ദാവീദ് ആലയത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഉപകരണങ്ങൾ, വെള്ളിയും പൊന്നും അതുപോലെ തന്നെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിൽ ഭണ്ഡാരത്തിൽ വെച്ചു. നമുക്കിപ്പം അത് മനസ്സിലാണ്. ഈ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ആർക്കും അതിനകത്ത് എടുക്കാൻ പറ്റാത്ത വിധം അത്രയും സേഫായിട്ട് വെക്കുന്നൊരു സ്ഥലമാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് അന്നത്തെ രാജാക്കന്മാർ പല സ്ഥലങ്ങളിലും പോയി യുദ്ധം ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള പല കാര്യങ്ങൾ, മറ്റ് രാജ്യത്തിലെ രാജാവിൻ്റെ കിരീടമായിരിക്കും, പൊൻ കിരീടമായിരിക്കും, വജ്രം പതിച്ച കിരീടമായിരിക്കും. അതൊന്നും ഇവിടുത്തെ രാജാവ് വെക്കത്തില്ല. പക്ഷേ അതെല്ലാം കൊണ്ടുവെക്കുന്നത് ഈ പത്മനാഭ കോവിൽ ക്ഷേത്രത്തിനകത്തുള്ള അറകളിലായിരുന്നു. അതാണ് ബി നിലവറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളത്. അപ്പം ഇത് അന്ന് ശലോമോൻ രാജാവ് ചെയ്തതിൻ്റെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമായിരിക്കും പിന്നുള്ള കാലത്തെ ആളുകൾ ഇതൊക്കെ ചെയ്തു വന്നത്. സിംഹാസനം തന്നെ അന്നത്തെ ദാവീദിൻ്റെ സിംഹാസനം ആ രീതിയിൽ പിന്നീട് രാജാക്കന്മാരൊക്കെ ലോകത്തെല്ലായിടത്തുള്ള രാജാക്കന്മാർ സിംഹാസനം പണിഞ്ഞതൊക്കെ അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും. അവർക്കൊരു മോഡൽ കിട്ടണമല്ലോ. ആ മോഡൽ എനിക്ക് മനസ്സിലാവും ദാവീദിൻ്റെയും രാജാവിൻ്റെയും ഒക്കെ കാലത്തുണ്ടായിരുന്ന സിംഹാസനം തന്നെയാണ് പിന്നീട് ഈ സിംഹ ആസനമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊട്ടാരത്തിലൊക്കെ സിനിമകളിലൊക്കെ കാണുമല്ലോ സിംഹാസനം. അതൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണെന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതാണ് ഈ ആലയം പണിയെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് യിരെമ്യാ പ്രവാചകൻ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായത് എന്തെന്നല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ 32-ാം അധ്യായത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് 33-ാം അധ്യായത്തിൽ എന്നൊന്നും രീതിയിലല്ല ഇതിൻ്റെ എഴുത്ത് പോയിരിക്കുന്നത്. 33-ൽ പറഞ്ഞിരിക്കുന്നത് 34-ന് ശേഷം നടന്ന കാര്യമായിരിക്കാം. ഒക്കെ അങ്ങോട്ട് മാറി മറിഞ്ഞൊക്കെ എഴുതുന്നത്. അതിന് കാരണം എന്തായിരിക്കാം ചോദിച്ചാൽ, ഇത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ തുടർച്ചയായി എഴുതപ്പെട്ടതല്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞിട്ട് യിരെമ്യാ പ്രവാചകൻ എഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡറിൽ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് നമ്മളൊരു കാര്യം കാണുന്നത്, ബാരൂക്ക് എന്ന ഒരാളുണ്ട്. ആ ബാരൂക്കിനെ കൊണ്ടാണ് ഇത് എഴുതിക്കുന്നത്. അതിൽ 36 നമ്മൾ 33-ാം അധ്യായമാണ് വായിക്കുന്നത്. 36-ാം അധ്യായത്തിൽ കാണുന്നത് യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവ് യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ യഹോവയിൽ നിന്ന് യിരെമ്യാവിന് അരുളപ്പാടുണ്ടായത്. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിൻ്റെ കാലത്ത് മുതൽ നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും പിന്നെ സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങളെല്ലാം അതിലെഴുതാൻ പറയുന്നു. അപ്പോൾ അത് എഴുതി എന്നിട്ടാണ് ഇത് കൊണ്ട് ഇവിടെ ഇത് പിന്നെ യഹോയാക്കീമിൻ്റെ കയ്യിൽ ഇത് കിട്ടുന്നുണ്ട്. യഹോയാക്കീം ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് അതിനെ ഭയക്കുന്നില്ല. മറിച്ച് ഒരു കത്തി എടുത്ത് അതിനെ കഷ്ണമായിട്ട് മുറിച്ച് തീക്കകത്തിടുകയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെയും പറയുന്നുണ്ട്, അയ്യോ തീക്കകത്തിടരുത്, അങ്ങനെ ചെയ്യരുത്, ദൈവത്തിൻ്റെ എഴുത്താണ്, എള്ളപ്പാടാണ്, ചെയ്യരുതെന്നൊക്കെ പറയുന്നു. പക്ഷേ രാജാവ് അത് കേൾക്കുന്നില്ല. അത് നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടേയിരുന്നു. അതങ്ങനെ അത് കത്തിത്തീർന്നു. പിന്നെയും മറ്റൊരു ചുരുൾ മേടിച്ചു. അവിടെ ആ അധ്യായത്തിൽ നിന്ന് പറയുന്നുണ്ട്, എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു,
ചുരുളും ബാരൂക്ക് യിരെമ്യാവിൻ്റെ വാമൊഴിപ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യെഹൂദാ രാജാവായ യഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളുണ്ടായിരുന്ന വചനങ്ങളൊക്കെ അതിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ കാണുന്നത്, അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേര്യാവിൻ്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദാ രാജാവ് യഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിൻ്റെ വാമൊഴിപ്രകാരം അതിലെഴുതി. അതുപോലുള്ള ഏറിയ പ്രവചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. അപ്പോൾ അതാണ് അതിനെഴുത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 33-ാം അധ്യായം യഥാർത്ഥത്തിൽ യിരെമ്യാവ് എഴുതുമ്പോൾ കാവൽപ്പുര മുറ്റത്ത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എന്നല്ലേ എഴുത്ത് വരേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എന്നാണ്. അപ്പോൾ ഇത് ബാരൂക്ക് എഴുതിയപ്പോൾ അങ്ങനെ ആയതായിരിക്കും. ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് പോലെ എഴുതിയതായിരിക്കാം. അല്ലെങ്കിൽ ഇത് കാലക്രമത്തിൽ പിന്നീട് ഇത് കിട്ടുകയും ഞാൻ കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എന്നതിന് പകരം വേറൊരാൾ ഇത് കണ്ടെഴുതുന്നത് പോലെ യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എന്ന രീതിയിൽ എഴുതിയതുമായിരിക്കാം. യഥാർത്ഥത്തിൽ ഇത് യിരെമ്യാവ് എഴുതിയത് തന്നെയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ബൈബിൾ പണ്ഡിതന്മാരും അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇത് യിരെമ്യാവ് എഴുതിയ പുസ്തകം തന്നെ. ഇത് മാത്രമല്ല, ഇതിന് ശേഷം വന്ന വിലാപങ്ങൾ എന്ന പുസ്തകവും യിരെമ്യാവ് തന്നെയാണ് എഴുതിയതെന്നാണ് പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം. അതിനകത്ത് വ്യത്യാസമില്ല. അപ്പം നമ്മൾ ആ എഴുത്തിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് കിട്ടിയ അരുളപ്പാട് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണ്ണയിക്കുന്ന യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. അത് നീ എന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് ആ രഹസ്യങ്ങളെ പറഞ്ഞു തരാമെന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ താഴോട്ടുമുണ്ട്. എന്നിട്ട് ഈ മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും അങ്ങനെ പിന്നീട് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അതുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അവിടേക്ക് ഇപ്പോൾ ഉള്ള സമൂഹം വരുമ്പോൾ അവിടെ മനുഷ്യനില്ല, നിവാസികളില്ല, മൃഗമില്ല, എല്ലാം ശൂന്യമായിരിക്കുന്ന അവസ്ഥ. ചതുപ്പും ഒക്കെ പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യെരൂശലേമിൻ്റെ ഒക്കെ അവസ്ഥ. അവിടെയാണ് ഇവർ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മേടിച്ച് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ കാണുന്നത് അങ്ങനെ ഇല്ലാതിരിക്കുന്നത്. മൃഗങ്ങളില്ല എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളും ശല്യമുള്ള മൃഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളീ പറയുന്ന ആട്, മാട്, കാള അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളൊന്നും ഇല്ല എന്നർത്ഥമേ നമുക്ക് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഉപദ്രവിക്കുന്ന മറ്റ് ആളില്ലാത്ത സ്ഥലത്ത് കയറി വന്ന് ജീവിക്കുന്ന മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ള എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി പണ്ടത്തെ പോലെ ആക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. അവിടെ വീണ്ടും പറയുന്ന, മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും അതിൻ്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനി മേച്ചിൽപ്പുറവും ഉണ്ടാകും. മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമീൻ ദേശത്തും യെരൂശലേമിൻ്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകൾ എണ്ണുന്നവൻ്റെ കൈക്ക് കീഴെ ഇനിയും കടന്നു പോകുമെന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും. യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ ഇപ്രകാരമല്ല, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിനൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ പ്രവചന കാലത്ത് അവിടെ ദാവീദിൻ്റെ വംശപാരമ്പര്യം സിദെക്കീയാവിലൂടെ അവസാനിക്കുകയാണ്. പിന്നീട് ഇന്ന് വരെയും അവിടെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ദാവീദിൻ്റെ തലമുറയിൽ ആരും ഉണ്ടായിട്ടില്ല. ഇനി ദാവീദിൻ്റെ തലമുറയിൽ അവിടെ ഭരിക്കാനുള്ള ഒരുവൻ ജനിച്ചത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ഭരണവും ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ രാജാവായി വന്നിട്ടില്ല. അതും ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. ആ കാലം അത് സംഭവിക്കും എന്നും
നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അവസാന വാക്യത്തിലെത്തുമ്പോൾ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ നിയമം നിലനിൽക്കുന്നില്ലെങ്കിൽ, ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യവസ്ഥ നിയമിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിക്ക് അധിപതിമാരായിരിക്കാൻ അവൻ്റെ സന്തതിയിൽ നിന്ന് ഒരാളെ എടുക്കാതെ വണ്ണം തള്ളിക്കളയും. അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തും, അവർക്ക് കരുണ കാണിക്കും. അപ്പോൾ അതും ഈ ചെയ്യാനിരിക്കുന്ന ചെയ്ത ദൈവം പിന്നീട് ചെയ്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പിന്നെ അത് സന്തതിയിൽ നിന്ന് സിദെക്കീയാവിന് ശേഷം ആരെയും എടുത്തിട്ടില്ല. പക്ഷെ പ്രവചനത്തിൽ പലയിടത്തും പറയുന്നുണ്ട്, ദാവീദിൻ്റെ സന്തതി ഒരു പുരുഷൻ, ദാവീദിൻ്റെ ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ആ ഒരു പുരുഷൻ ഉണ്ട്, ആ പുരുഷൻ യേശുക്രിസ്തുവാണ് എന്നും വചനം നമുക്ക് തെളിവുകൾ തരുന്നുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം. മുമ്പിലത്തെ പോലെ തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ക്രിസ്തുവിൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഇതിപ്പോൾ പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി എന്നാണ് കാണുന്നത്. യെരുശലേമിൽ നിന്ന്. യെരുശലേം എന്ന് പറയുന്നത് ഈ റോമൻ ഭരണ ഇതിനകത്ത് യഹൂദ എന്ന് പറയുന്ന ദേശത്തിലെ ഒരു സ്ഥലമാണ്. യേശുക്രിസ്തു ഇരിക്കുന്നത് ഗലീല എന്ന മറ്റൊരു രാജ്യത്ത് ആണ്. ഇതെല്ലാം പഴയ ഇസ്രായേലിനകത്തുള്ള സ്ഥലങ്ങൾ തന്നെ. ഇന്ന് ഇസ്രായേലിലെ രാജാവല്ല ഇസ്രായേലിനെ ഭരിക്കുന്നത്, മറിച്ച് റോമ സാമ്രാജ്യമാണ്. അവരിതിനെ 4 ദേശമായി തിരിച്ചിട്ട് 4 രാജാക്കന്മാരെ, 4 പ്രഭുക്കന്മാരെ അവിടെ ആക്കിയിട്ടുണ്ട്. ആ 4-ൽ 2 ദേശങ്ങളാണ് അല്ലെങ്കിൽ ടെറിട്ടറീസാണ് ഈ പറയുന്ന യഹൂദായും ഗലീലയും. അപ്പോൾ അവിടുന്ന് യെരുശലേമിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഇവർ. അപ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ ശിഷ്യന്മാർ ശുദ്ധിയില്ലാത്ത, അതായത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അപ്പോൾ അവരുടെ അവരുടെ നിയമം എന്ന് പറയുന്നത് യഹൂദന്മാർ കൈ കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല. ചന്തയിൽ നിന്നൊക്കെ വന്നാൽ കൈ കഴുകി കാലമൊക്കെ കഴുകിയിട്ടൊക്കെ ആയിരിക്കും, കുളിച്ചിട്ടുമൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ പാനപാത്രം, ചെമ്പ് പാത്രങ്ങളൊക്കെ കഴുകുക, അങ്ങനെ പല പ്രമാണങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ക്രിസ്തുവിനോട് ഇതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരാണ്. നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇതൊക്കെ അവരുണ്ടാക്കിയ നിയമങ്ങളാണ്. ഈ നമ്മൾ ഇന്ന് പുറപ്പാട് 20, 21 തുടർന്ന് ലേവ്യ പുസ്തകത്തിലുമൊക്കെ കാണുന്ന നിയമങ്ങളിൽ ഇല്ലാത്ത അനവധി നിയമങ്ങൾ ഇവർ ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുക, ജനത്തിനെ നിയന്ത്രിക്കാൻ, ജനത്തിനെ അടിമപ്പെടുത്തുവാൻ, അവരുടെ അധികാര പരിധിയിൽ നിർത്താൻ, അവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ. അത് പൊതുവെ അധികാരികളുടെ സ്വഭാവമാണ്. അതിനുവേണ്ടി അവരൊരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം കൊടുക്കാത്ത ഒരുപാട് നിയമങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത്, മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അത് യെശയ്യാവ് 29:13 അത് എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഉദാഹരണം പറയുന്നത്, നിൻ്റെ അപ്പനെയും അമ്മയും, നമ്മൾ ഇന്ന് പുറപ്പാട് 21 അപ്പനെയും അമ്മയെയും ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ യേശുക്രിസ്തു കൊടുത്തത്. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാമെന്നും അപ്പനെയും അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ അപ്പനോടോ അമ്മയോടോ നിനക്ക് ഉപകാരമായി വരേണ്ടതിന് വഴിപാടെന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പനെ ബഹുമാനിക്കുമ്പോണ്ട്, അപ്പന് കൊടുക്കുമ്പോണ്ട്, അപ്പന് ആഹാരം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വിലയേറിയ കൽപ്പനകളെ ത്യജിച്ച് മനുഷ്യരുടെ നിസ്സാരമായ കൽപ്പനകളെ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ക്രിസ്തു തന്നെ കേൾക്കുന്ന ആളുകളോട് പറയുന്നത്, എല്ലാവരും കേട്ടുകൊള്ളുവിൻ, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. അപ്പോൾ പുറത്ത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതോട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് മറപ്പുരയെ പോവുകയാണ്. അപ്പോൾ നമുക്കത് കൊള്ളരുതാത്ത സാധനമാണ് പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ ആഹാരത്തിൽ നിന്ന് എടുത്തിട്ട്
കൊള്ളരുതാത്ത സാധനം ആഹാരത്തിൽ നിന്ന് മറപ്പുരയിൽ അല്ലെങ്കിൽ മലത്തിലൂടെ അത് പുറത്തു പോകും. അപ്പം അതുകൊണ്ട് കൈ കഴുകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ദോഷം വരാനില്ല. നമുക്ക് ശരീരത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ദോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അതിനെ ഒരു ഫൈറ്റേഴ്സ്, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇപ്പം ബ്ലഡിൽ തന്നെ വെളുത്ത രക്താണുക്കൾ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഫ്രണ്ട്ലി ബാക്ടീരിയസ് ഉണ്ട്. അങ്ങനെ ഫൈറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മളെ പല ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ ചോദിക്കുകയാണ്, ശരി വിഷം കുടിച്ചാൽ ഇത് നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ പറയുന്ന ഉപദേശത്തിനെ പരിഹസിക്കാൻ നോക്കിയാൽ, വിഷം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പല വിഷങ്ങളും നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്തൊക്കെ വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വിഷം കഴിച്ചാൽ, ഇപ്പോൾ പാമ്പ് കൊത്തിയാൽ അതിൻ്റെ കഠിനമായ വിഷമുള്ളതുകൊണ്ട് നമ്മൾ മരിക്കും. മറ്റേതെങ്കിലും സൈനൈഡോ അതുപോലെ ഏതെങ്കിലും വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കും. അവിടെ അത് അത്തരം വലിയ ശക്തമായ പ്രിവെൻഷനൊന്നും അല്ല എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പല ദോഷങ്ങളും പല വിഷാംശങ്ങളും നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം അതിനെ ചെറുക്കുവാൻ ആവശ്യമായ സിസ്റ്റം നമ്മുടെ ശരീരത്തിനുള്ളത് കൊണ്ട് നമ്മളതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിഷാംശങ്ങൾ ഉള്ളിൽ പോയാലും അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കൈ കഴുകാത്ത ആഹാരം കൊണ്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ദോഷം ഒന്നും വരില്ല. മറിച്ച് അതാണ് പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അതെന്താണ്? അപ്പോൾ എന്താണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു സംശയം വരുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് അവിടെ ക്രിസ്തുവോട് പറയുന്നുണ്ട്. അത് അവരവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇതൊക്കെ തന്നെയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. ഒരു കൊല ചെയ്യുന്നതിന് മുമ്പ് കൊല ചെയ്യണമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ നിന്ന് വരികയാണ്. അപ്പം അങ്ങനെ ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ടും വരുന്നതും അത് മനുഷ്യനെ അശുദ്ധമാകുന്നുവെന്ന് ഒരു സംശയത്തിനിടയില്ലാതെ വണ്ണം ക്രിസ്തു അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ക്രിസ്തു അവിടുന്ന് സോർ സീദോൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ, സുറഫോയിനിക്കിയ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ, ഗ്രീക്ക് സ്ത്രീ ആയിരുന്നു. തൻ്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ടെന്നും അതിനെ സഹായിക്കണമെന്നൊക്കെ പറയുമ്പം ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, ഇത് മക്കൾക്കുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ക്രിസ്തു. അത് കേൾക്കുമ്പോൾ നമുക്ക് അരോചകമായി തോന്നും. അങ്ങനെ ജാതികളെ ഇസ്രായേൽ ജനമല്ലാത്തവരെ നായ്ക്കുട്ടികളോട് ഉപമിച്ചു എന്നുള്ളത്, നായ്ക്കളോട് ഉപമിച്ചു എന്നുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. അത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അധികാരവർഗത്തിൻ്റെ സ്വഭാവമാണ് അവിടെ പറയുന്നത്. അവർ ജാതികളെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത്ര നികൃഷ്ടരായി കാണുന്ന ജാതികളെ കാണുന്ന കുറച്ച് ആൾക്കാരവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജനമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അധികാരവർഗമുണ്ട്. അപ്പോൾ അവർ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഒരിക്കലും യേശു ക്രിസ്തു അവരെ നായ്ക്കുട്ടികളോട് ഉപയോഗിച്ചല്ല എന്നുള്ളത് തുടർന്ന് അവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയും ക്രിസ്തു. അപ്പം ആ സ്ത്രീ പറയുന്നതാണ്, കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം നായ്ക്കൾക്കതില്ല എന്ന് പറഞ്ഞാൽ നായ്ക്കളും മേശയുടെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് എറിഞ്ഞു കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം ക്രിസ്തുവോട് ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൾക്ക് സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ അമ്പരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ മാത്രമല്ല, വേറെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ക്രിസ്തു കുറച്ചുകൂടെ നന്നായി ആ കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നതായി നമുക്ക് വായിക്കാൻ കഴിയും. അപ്പം അങ്ങനെ തിരിച്ചു വന്നപ്പോൾ മകള് സൗഖ്യമായിരിക്കുന്നതും അവൾ രോഗമെല്ലാം മാറി സൗഖ്യമായിരിക്കുന്നത് കാണുകയാണ് ഈ സ്ത്രീ. എൻ്റെ വിശ്വാസം വലിയത്, അതാണ് ഞാൻ ആ വാക്കാണ് ഓർത്തത്. അത് നമുക്ക് ഇവിടെ കാണുന്നില്ല. എൻ്റെ വിശ്വാസം വലിയത് എന്നാണ് ക്രിസ്തു അവളോട് പറയുന്നത്. അത് ഈ ഭാഗത്തില്ല, വേറെ ഏതോ സുവിശേഷത്തിലാണ് അതുള്ളത്, മറ്റൊരു സുവിശേഷത്തിലുണ്ട്. അവിടുന്ന് ക്രിസ്തു ആ അതിർ വിട്ട് സീദോൻ വഴിയെ. പക്ഷേ ഇവിടെ ഒരു
യശയാപ്രവചനം ഒരു പ്രവചനം ഇവിടെ നിവൃത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ ലെബനോൻ പൂക്കുകയും ലെബനോൻ ഉദ്യാനമായി തീരുകയും അത് വലിയൊരു കാടായി തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു പ്രവചനം ഈ പ്രദേശത്തെ ഇത് ലെബനോന് ചേർന്ന പ്രദേശമാണ് ഇപ്പം ഈ സംഭവം നടക്കുന്ന പ്രദേശം. അപ്പോൾ ലെബനോനിൽ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം ക്രിസ്തുവിന് ആവശ്യമായിരുന്നു ഈ വചനം നിവൃത്തിയാകണമെങ്കിൽ. അപ്പം അങ്ങനെ അവിടുത്തെ ആദ്യത്തെ ഒരു ഫലമായിട്ട് ഈ ഒരു അത്ഭുതത്തെ നമുക്ക് വേണേൽ കാണാമെന്നല്ല, അത് കാണണം. എന്നിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ നാമം പ്രസിദ്ധമാവുകയും അവിടെ പലരും വിശ്വാസത്തിലേക്ക് വരികയും അങ്ങനെ ജാതികളുടെ പ്രദേശമായിരുന്ന ലെബനോൻ ദൈവത്തെ അറിയാൻ ഇടവരികയും ചെയ്തത് വഴി അത് ഫലഭൂയിഷ്ടമായി എന്നാണ്. അതാണ് യശയാപ്രവചൻ്റെ നമ്മൾ അവിടെ വായിക്കുമ്പം ലെബനോനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളാണ്. അവിടുത്തെ ഫലഭൂയിഷ്ടിയാകുക അല്ലെങ്കിൽ അവിടെ ഉദ്യാനം ഉണ്ടാകുക, ആ ഉദ്യാനം വളർന്ന് വലിയ കാടാകുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരാനിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചാണ്, വിശ്വാസികളെ സംബന്ധിച്ചാണ്. അതിന് ഈ സ്ത്രീക്ക് സ്ത്രീയുടെ മക്കൾക്ക് സംഭവിച്ച ക്രിസ്തു ചെയ്തു കൊടുത്ത ഈ ഒരു ആശ്വാസം അതിനുള്ള തുടക്കമായി മാറുകയും തുടർന്ന് അവിടെ ഒരുപാട് പേർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവത്തിലേക്ക് വരുവാനും ഒക്കെ ഇടയാക്കി എന്നുള്ളതാണ് ആ പ്രവചന നിവൃത്തി സംഭവിക്കുന്നത്. അവർ പിന്നെ തുറന്ന് കാണുന്നത് വിക്കനും ചെകിടനുമായ ഒരുവനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞിട്ട് അവനോട് പറയുന്നത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. എത്രത്തോളം പറയരുതെന്ന് പറഞ്ഞോ അതിനേക്കാൾ വലുതായി അവർ യേശുക്രിസ്തുവിനെ പ്രസിദ്ധമാക്കി. വായിക്കുന്ന അവൻ സകലവും നന്നായി ചെയ്തു എന്നാണ്. ക്രിസ്തു സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവരത്യന്തം വിസ്മയിച്ചു എന്നും പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പം ഇവിടെ ക്രിസ്തു സുവിശേഷം അറിയിച്ചും നന്മ ചെയ്തും കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ഈ അധ്യായങ്ങളെല്ലാം വായിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ ക്രിസ്തു അത് ചെയ്തെങ്കിൽ നമുക്കും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അനുസരണമായി യോഗ്യമായത് ദൈവത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. താങ്ക് യു.